Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ പയ്യന്നൂർ മണ്ഡലം പര്യടനത്തിന് തുടക്കമായി. കുന്നരു തെക്കേ ഭാഗത്തു നിന്നും ആരംഭിച്ച പര്യടനം LDF കൺവീനർ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. അതികഠിനമായ ചൂടിനെ പോലും അവഗണിച്ചും ആബാലവൃദ്ധം ജനങ്ങളാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ആദ്യഘട്ട പരിശീലനത്തിന് ബുധനാഴ്ച തുടക്കമാകും. പയ്യന്നൂർ മണ്ഡലം പരിധിയിൽ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജീവനക്കാർക്ക് 2 കേന്ദ്രങ്ങളിലായാണ് പരിശീലനം. അതേസമയം പയ്യന്നൂർ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ ബുധനാഴ്ച എത്തിക്കും. വീടുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടുപോയ 14 മനുഷ്യർക്ക് ജീവിതത്തിന്റെ പുതിയ വസന്തകാലം തിരികെ നൽകി ഒരു കുടുംബം. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി PROയും സാമൂഹ്യ പ്രവർത്തകനുമായ ജാക്സൺ ഏഴിമല, ഭാര്യ ജിനിയ ജോസഫ് എന്നിവരാണ് തങ്ങളുടെ വീട്ടിൽ ഇവർക്കും ഇടം നൽകുന്നത്. സ്നേഹക്കൂടെന്ന് പേരിട്ട വീട് അക്ഷരാർത്ഥത്തിൽ കരുതലിന്റെയും ചേർത്തുപിടിക്കലിന്റെയും കൂടാകുകയാണ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് ഇത് അഭിമാനകരമായ മുഹൂർത്തം. 55 ലക്ഷം രൂപ യൂസർ ഫീ ഇനത്തിലും മാലിന്യങ്ങൾ കൈമാറിയ വകയിൽ 5 ലക്ഷവും ചേർത്ത് ഈ സാമ്പത്തിക വർഷം ആകെ 60 ലക്ഷം രൂപ വരുമാനം നേടി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ പയ്യന്നൂർ മണ്ഡലം പര്യടനത്തിന് തുടക്കമായി. കുന്നരു തെക്കേ ഭാഗത്തു നിന്നും ആരംഭിച്ച പര്യടനം LDF കൺവീനർ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. അതികഠിനമായ ചൂടിനെ പോലും അവഗണിച്ചും ആബാലവൃദ്ധം ജനങ്ങളാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടിയത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ പര്യടനം കുന്നരു തെക്ക് ഭാഗത്ത് LDF കൺവീനർ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. PP അശോകൻ അധ്യക്ഷത വഹിച്ചു. KP സതീഷ് ചന്ദ്രൻ സംസാരിച്ചു. അതികഠിനമായ ചൂടിനെ പോലും അവഗണിച്ചും ആബാലവൃദ്ധം ജനങ്ങളാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടിയത്. സ്ഥാനാർത്ഥിയുടെ കട്ടൌട്ടുകളും മുത്തുക്കുടകളും ബലൂണുകളുമെല്ലാം നിറഞ്ഞ ഓരോ കേന്ദ്രങ്ങളും LDFന്റെ വിജയത്തിന്റെ അനിവാര്യത വിളിച്ചറിയിച്ചു. TA മധുസൂദനൻ MLA, VPP മുസ്തഫ, C കൃഷ്ണൻ, V നാരായണൻ, P സന്തോഷ്, P ശശിധരൻ, KV ബാബു, KK ജയപ്രകാശ്, M രാമകൃഷ്ണൻ, K ഹരികുമാർ, PV വത്സല, PV ദാസൻ, P സജികുമാർ, KR ചന്ദ്രകാന്ത തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. LDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് രാമന്തളിയിൽ ഊഷ്മള സ്വീകരണം നൽകി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. മണ്ഡലത്തിലെ പൊതുപര്യടനത്തിന്റെ ഭാഗമായാണ് LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ രാമന്തളിയിലെത്തിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. സെൻട്രലിൽ നടന്ന സ്വീകരണ പൊതുയോഗത്തിൽ രാമന്തളി ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ VT വിജയൻ അധ്യക്ഷനായി.
സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ, നേതാക്കളായ ടി.ഐ. മധുസൂദനൻ എം.എൽ.എ, പി. സജികുമാർ, സി. കൃഷ്ണൻ, അഡ്വക്കേറ്റ് പി. സന്തോഷ്, ഒ.കെ. ശശി, പി. ജയൻ, ഒ.പി. ഭാസ്കരൻ, പി. ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ആദ്യഘട്ട പരിശീലനത്തിന് ഏപ്രിൽ 3 ബുധനാഴ്ച തുടക്കമാകും. പയ്യന്നൂർ മണ്ഡലം പരിധിയിൽ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജീവനക്കാർക്ക് 2 കേന്ദ്രങ്ങളിലായാണ് പരിശീലനം. അതേസമയം പയ്യന്നൂർ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ ബുധനാഴ്ച എത്തിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ആദ്യഘട്ട പരിശീലനത്തിനാണ് അടുത്ത ദിവസം മുതൽ തുടക്കമാകുന്നത്. പയ്യന്നൂർ നിയോജക മണ്ഡലം പരിധിയിലെ വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജീവനക്കാർക്കാണ് പരിശീലനം. വിവിധ നിയോജക മണ്ഡലം പരിധിയിൽ സമാന പരിശീലനം നടക്കും. ഏപ്രിൽ 3 ബുധനാഴ്ച പയ്യന്നൂർ എ. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHC ഹാൾ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാൾ എന്നിവിടങ്ങളിലാണ് പരിശീലനം. പ്രത്യേക നോഡൽ ഓഫീസർമാർ പരിശീലനത്തിന് നേതൃത്വം നൽകും. അതേസമയം പയ്യന്നൂർ നിയോജകമണ്ഡലം പരിധിയിലെ 180 ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ അടുത്ത ദിവസം പയ്യന്നൂരിൽ എത്തിക്കും. ബോയ്സ് സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ട്രോങ് റൂമിലാണ് മെഷീനുകൾ സൂക്ഷിക്കുക. സ്ട്രോങ് റൂം സംബന്ധിച്ച ക്രമീകരണങ്ങൾ, നിർമ്മാണ പുരോഗതി എന്നിവ വിലയിരുത്തുന്നതിനായി കഴിഞ്ഞ ദിവസം കണ്ണൂർ, കാസർഗോഡ് ജില്ലാ കലക്ടർമാർ പയ്യന്നൂരിൽ എത്തിയിരുന്നു. വീടുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടുപോയ 14 മനുഷ്യർക്ക് ജീവിതത്തിന്റെ പുതിയ വസന്തകാലം തിരികെ നൽകി ഒരു കുടുംബം. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി PROയും സാമൂഹ്യ പ്രവർത്തകനുമായ ജാക്സൺ ഏഴിമല, ഭാര്യ ജിനിയ ജോസഫ് എന്നിവരാണ് തങ്ങളുടെ വീട്ടിൽ ഇവർക്കും ഇടം നൽകുന്നത്. സ്നേഹക്കൂടെന്ന് പേരിട്ട വീട് അക്ഷരാർത്ഥത്തിൽ കരുതലിന്റെയും ചേർത്തുപിടിക്കലിന്റെയും കൂടാകുകയാണ്. ജീവിതത്തിലെ സ്വപ്നങ്ങളും നിറങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടം മനുഷ്യർ. പൂക്കളും ഇലകളും കായ്കളും കൊഴിഞ്ഞു വീണ വെറും ചില്ലകൾ മാത്രമായി പോയവർ. അവരുടെ ജീവിതം വീണ്ടും തളിർക്കുകയാണ്. ജീവിതത്തിൽ പുതിയ വസന്തങ്ങൾ വിരിയുകയാണ് ഈ സ്നേഹക്കൂട്ടിൽ. കോഴിയും താറാവും മുയലും പൂക്കളും ഊഞ്ഞാലാടുന്ന വള്ളിപ്പടർപ്പുകളും ഒക്കെ നിറഞ്ഞ ഈ സ്നേഹക്കൂട് ഏഴിമലയിലെ ഒരു വീടാണ്. വീടുകളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ 14 മനുഷ്യർ ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് തണലായി കൂടൊരുക്കിയതാകട്ടെ ഒരു കുടുംബം. ജാക്സൺ ഏഴിമല, ഭാര്യ ജിനിയ ജോസഫ് എന്നിവർ. ഇവർക്ക് കൂട്ടായി ബന്ധുക്കളുമുണ്ട്. പ്രത്യേക സാഹചര്യത്തിൽ മനസ്സിൻ്റെ നേർരേഖയിൽ നിന്ന് തെന്നിമാറിപ്പോയവരാണ് ഇവിടെയുള്ള 13 പേർ. ഗുരുതരമായി പൊള്ളലേറ്റ് ട്രെയിനിൽ ആകസ്മികമായി കേരളത്തിലെത്തി തിരിച്ചു പോകാൻ വഴിയറിയാതെ കുടുങ്ങിപ്പോയ അസാം സ്വദേശി തൊപ്പുനു ഉൾപ്പെടെ 14 പേർ. സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും വഴിയിലൂടെ ഇവർ ജീവിതത്തിൻ്റെ പുതിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു. വെറും അന്തേവാസികളായല്ല, മറിച്ച് എല്ലാവരും തങ്ങളുടെ കുടുംബാംഗങ്ങളാണെന്ന് ജാക്സൺ ഏഴിമല പറയുമ്പോൾ അവരോടുള്ള കരുതലിൻ്റെ ആഴം വ്യക്തമാണ്. നമുക്ക് 2 മാസമാവുന്നു നമുക്ക് ഈ സ്നേഹക്കൂട്, പാരഡൈസ് ഓഫ് ലവ് എന്നാണ് ഞങ്ങളിതിന് പേരിട്ടിട്ടുള്ളത്. അതായത് സ്നേഹത്തിൻ്റെ പറുദീസ എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ എത്തുന്നത്, ഞങ്ങൾ 2 പേരും, ഇത് ജിനി എൻ്റെ ഭാര്യയാണ്, BSc നഴ്സിംഗ് കഴിഞ്ഞ് പയ്യന്നൂർ പകൽ വീട്ടിലെ നഴ്സിംഗ് ഓഫീസറായി കഴിഞ്ഞ 9 വർഷമായിട്ട് ജിനി ജോലി ചെയ്യുകയാണ്. 4 സ്ത്രീകൾ ഉൾപ്പെടെയാണ് വീട്ടിലെ ജാക്സിൻ്റെയും ജിനിയയുടെയും പുതിയ കുടുംബാംഗങ്ങൾ. ഇവർ സ്നേഹക്കൂട്ടിലെത്തിയിട്ട് 2 മാസമായി. മാനസികമായ പ്രയാസങ്ങളാണ് ഇവരിൽ ഭൂരിഭാഗം പേർക്കും. അതിനാൽ ആദ്യം അല്പം പരിചരിക്കാൻ ചെറിയ പ്രയാസം നേരിട്ടെങ്കിലും 2 മാസത്തിനിപ്പുറം എല്ലാവരിലും നല്ല മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഓരോ ദിവസവും പുതിയ പുതിയ പിറവികൾ ഉണ്ടാവുകയാണ്. കോഴികൾ കുറേ ഉണ്ട്. അപ്പോൾ ആ മുട്ട നമ്മൾ ഇൻക്യുബേറ്ററിലേക്ക് വെച്ച് ഓരോ ദിവസവും പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. അത് അവരെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാക്കുന്നു. ഓരോ ദിവസവും പൂക്കൾ വിരിയുന്നു. ഓരോ ദിവസവും പിന്നെ ഈ രീതിയിലേക്കുള്ള ഇടപെടലുകൾ ഇങ്ങനെ നടത്തി വന്ന് പാട്ടുകൾ പാടി കഥകൾ പറഞ്ഞ് ഒന്നിച്ചിരിക്കുമ്പോൾ വലിയ മാറ്റം, മരുന്നിനും മാറ്റാൻ കഴിയുന്നതിലധികം മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ നമ്മളെക്കാൾ സാധാരണക്കാരായ മനുഷ്യരായി 2 മാസം കൊണ്ട് തന്നെ മാറുന്ന നിലയുണ്ടായിട്ടുണ്ട്. രാവിലെ വീട്ടിലെ മുയൽ, കോഴികൾ, താറാവ് എന്നിവയെല്ലാമായി കൂട്ടുകൂടിയും പാട്ടുപാടിയും ചെടികളെ താലോലിച്ചും ചുറ്റുമിരുന്ന് സ്വറ പറഞ്ഞും ഇവർ സ്നേഹക്കൂട്ടിൽ ഒന്നിച്ചു ചേരുകയാണ്.
ഇപ്പോൾ അവിടെ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് വെച്ചാൽ 10-30 ആളെ നോക്കേണ്ടടുത്ത് 80-ലധികം ആളുകൾ വരുന്ന നിലയുണ്ടായി. അപ്പോഴാണ് അവർക്ക് വലിയൊരു പ്രതിസന്ധി നേരിട്ടു. ഇനിയും ഒരാളെ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ നിലവിലുള്ളവരെ അങ്ങോട്ടെങ്കിലും മാറ്റേണ്ട ഒരവസ്ഥയുണ്ട്. ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കൂടെ നിന്ന് തുടങ്ങി വെച്ച ഒരു സ്ഥാപനം അവരിങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ്. അപ്പം കുറച്ച് ആളുകളെ നോക്കാനുള്ളൊരു സാധ്യത രൂപപ്പെടുത്തി എടുക്കണം എന്ന് പറയുമ്പോഴാണ് എന്നാൽ പിന്നെ നമുക്കിത് ചെയ്യാം എന്നുള്ള നിലയിലേക്ക് മറ്റൊന്നും ആലോചിച്ചില്ല. ആദ്യത്തെ ഈ 2 മാസം ഞങ്ങൾ മറ്റാരോടും ഒരു സഹായവും തേടിയിട്ടില്ല. കാരണം ഞങ്ങൾ സ്വന്തം നിലയിൽ നമ്മൾ വീട്ടിൽ വെക്കും പോലെ ഭക്ഷണം പലചരക്ക് കടയിൽ നിന്ന് കുറച്ച് കൂടുതൽ സാധനം വാങ്ങും, അവർക്ക് വെച്ചു കൊടുക്കും. പിന്നെ അവരെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തി വന്നത്. അതിന് പൊതുസമൂഹത്തിൻ്റെ നല്ല പിന്തുണ IRPC, അതുപോലെ തന്നെ പ്രാദേശികമായി പൊതുപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, അതുപോലെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ, അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ നാനാ തുറകളിലും പെടുന്ന ആളുകളെല്ലാം ഇത് കേട്ടറിഞ്ഞ് വന്നവരാണ്. അല്ലാതെ നമ്മളാരോടും ഇങ്ങനെ ഉണ്ട് എന്ന് പറയാതെ തന്നെ അവർ സ്വയം സന്നദ്ധരായി വസ്ത്രമായും അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റ് സാമ്പത്തിക സഹായങ്ങളൊന്നും ഇതുവരെ നമ്മളാരിൽ നിന്നും അങ്ങനെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി PRO ആയ ജാക്സൺ ഏഴിമല സാമൂഹ്യ പ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദവും മാസ്റ്റർ ഓഫ് ഫിലോസഫി ഇൻ സോഷ്യൽ വർക്ക് യോഗ്യതയുമുണ്ട്. ഭാര്യ ജിനിയ ജോസഫ് പയ്യന്നൂർ നഗരസഭ പകൽ വീട്ടിൽ നഴ്സിംഗ് ഓഫീസറാണ്. മക്കളായ ആദി, ആരോൺ, ജിനിയയുടെ മാതാപിതാക്കളായ ജോസഫ്, എൽസി, ജാക്സന്റെ മാതാവ് റീത്താമ്മ, സഹോദരനും നീന്തൽ പരിശീലകനും ലോക റെക്കോർഡിന് ഉടമയുമായ ചാൾസൺ ഏഴിമല എന്നിവരെല്ലാം സഹായവുമായി ഒപ്പമുണ്ട്. ഒപ്പം പ്രദേശവാസികളുടെ പിന്തുണയും ഇവർക്കുണ്ട്. CPM ഏഴിമല ബ്രാഞ്ച് സെക്രട്ടറി, കുന്നരു ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജാക്സൺ ഏഴിമല IRPC ലോക്കൽ ഗ്രൂപ്പ് കൺവീനറുമാണ്. സ്നേഹം ഒരു വീടാകുകയും വീട് ഒരു കൂടായി മാറി അത് സ്നേഹക്കൂടാകുകയും ചെയ്യുന്ന അപൂർവമായ കാഴ്ചയാണ് ഈ ഏഴിമല. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയവരും ഒപ്പം മനസ്സിൻ്റെ വിഭ്രാന്തി കൊണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുപോലും തിരിച്ചറിയാൻ കഴിയാത്തവരുമായ 14 പേരാണ് ഈ സ്നേഹക്കൂട്ടിലേക്ക് കടന്നു വന്നത്. ഇപ്പോൾ അവർ ജീവിതം ആരംഭിക്കുകയാണ്, പുതിയ ജീവിതം. ആടിയും പാടിയും ഒപ്പം പക്ഷികൾ, കോഴികൾ, താറാവുകളൊക്കെ ഒത്തുചേർന്നുകൊണ്ട് അവർ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ജാക്സൺ ഏഴിമലയും ഭാര്യ ജിജിന ജോസഫും ഈ സമൂഹത്തിന് സമ്മാനിക്കുന്നത് സമാനതകളില്ലാത്ത മാതൃകയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് ഇത് അഭിമാനകരമായ മുഹൂർത്തം. 55 ലക്ഷം രൂപ യൂസർ ഫീ ഇനത്തിലും മാലിന്യങ്ങൾ കൈമാറിയ വകയിൽ 5 ലക്ഷവും ചേർത്ത് ഈ സാമ്പത്തിക വർഷം ആകെ 60 ലക്ഷം രൂപ വരുമാനം നേടി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 26 ലക്ഷം രൂപ നേടിയ സ്ഥാനത്താണ് ഇത്തവണ അതിന്റെ ഇരട്ടിയിലധികം തുക സമാഹരിച്ച് നേട്ടം കൊയ്തത്. ആകെ 55 ടൺ പുനഃചംക്രമണ യോഗ്യമായ മാലിന്യങ്ങളും 260 ടൺ പുനഃചംക്രമണ യോഗ്യമല്ലാത്തതുമായ മാലിന്യങ്ങളും ഹരിതകർമ്മസേന ശേഖരിച്ച് കൈമാറി. തുണി മാലിന്യങ്ങൾ, ചില്ലുമാലിന്യങ്ങൾ, ചെരുപ്പുകൾ, ബാഗുകൾ, അപ്ഹോൾസ്ട്രി മാലിന്യങ്ങൾ, ഹെൽമറ്റുകൾ, കിടക്കകൾ, ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ, തെർമോകോൾ, മരുന്ന് സ്ട്രിപ്പുകൾ, സിമന്റ് ചാക്കുകൾ, റിജക്റ്റ് മാലിന്യങ്ങൾ തുടങ്ങി എല്ലാത്തരം അജൈവ മാലിന്യങ്ങളും തൃക്കരിപ്പൂരിൽ ഹരിതകർമ്മസേന വിവിധ മാസങ്ങളിലായി ശേഖരിച്ച് കൈമാറി വരുന്നുണ്ട്. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഡയപ്പർ, നാപ്കിൻ തുടങ്ങിയ സാനിറ്ററി മാലിന്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് കൈമാറി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഹരിതകർമ്മസേന. സാമ്പത്തിക വർഷം 60 ലക്ഷം രൂപ സമാഹരിച്ചു എന്ന് പറയുന്നത്, യൂസർ ഫീ ഇനത്തിൽ നേടി എന്ന് പറയുന്നത് വലിയൊരു ജില്ലയിൽ തന്നെ വലിയൊരു നേട്ടമാണ് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന നേടിയത്. ഈ നേട്ടത്തിന് പിന്നിലൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയുണ്ട്, നമ്മളുടെ പ്രിയപ്പെട്ട VO റസൂൽ സർ. അദ്ദേഹത്തിന് ഹരിതകർമ്മസേനയുടെ പേരിൽ നന്ദിയും കടപ്പാടും കൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ എല്ലാവരും ഹരിതകർമ്മസേനയെ അകമഴിഞ്ഞ് സഹായിച്ചതുകൊണ്ടാണ് ഇത്രമാത്രം പുരോഗതിയിലേക്ക് ഹരിതകർമ്മസേന എത്തിപ്പെട്ടത്. 24 പേരടങ്ങിയ ഹരിതകർമ്മസേനയാണ് തൃക്കരിപ്പൂരിൽ നിലവിലുള്ളത്. ഓരോരുത്തർക്കും ശരാശരി 11,000 രൂപ പ്രതിമാസം വരുമാനം ലഭിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയും ബേലിംഗ് മെഷീൻ, മിനി ക്രെയിൻ, കൺവെയർ ബെൽറ്റ്, നിരീക്ഷണത്തിനായി CCTV ക്യാമറ തുടങ്ങിയ സംവിധാനങ്ങളും ഹരിതകർമ്മസേനയ്ക്കായി ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ രീതിയിൽ നിന്നും പുതിയത് തേടിയുള്ള യാത്രയിലാണ് എല്ലാവരും.
അപ്പോഴും പഴയകാല തിരഞ്ഞെടുപ്പ് ഓർമ്മകൾ പുതുതലമുറക്കായി പകർന്നു തരികയാണ് എടാട്ട് നൊടിച്ചേരിയിലെ MP നാരായണൻ. 1956 KPR ഗോപാലൻ കേരള നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോഴാണ് MP നാരായണൻ ആദ്യമായി വോട്ട് ചെയ്തത്. അക്കാലത്ത് ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ പെട്ടിയിലാണ് വോട്ട് ചെയ്തിടേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചുവന്ന നിറത്തിലും കോൺഗ്രസിന് മഞ്ഞ നിറത്തിലും തുടങ്ങി ഓരോ സ്ഥാനാർത്ഥിയുടെയും പെട്ടി ഓരോ നിറത്തിലായിരിക്കും. ട്രെയിൻ ടിക്കറ്റിനോട് സാമ്യം തോന്നിക്കുന്ന ഒരു ടോക്കൺ പെട്ടിയിൽ നിക്ഷേപിച്ചാണ് വോട്ട് ചെയ്തിരുന്നതെന്ന് നാരായണൻ പറയുന്നു. പറഞ്ഞ പോലെ ടിക്കറ്റ് തരും, അത് പെട്ടിയിലിട്ട് കൊണ്ടുപോകുക. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് അടയാളം പതിച്ച പെട്ടി ഉണ്ടാവും. ആ പെട്ടിയിൽ വോട്ട് ചെയ്യുക. ഓരോ പാർട്ടിക്കും ഓരോ പെട്ടി ഓരോ ബൂത്തിൽ. ഏത് കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല? ഏതൊരു കാലഘട്ടത്തിലായിരുന്നു പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് 1952 മുതൽ അന്ന് ചെറുപ്പമാണ്. ആ ചെറുപ്പകാലത്ത് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. 1952 നാരായണൻ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നത്. അക്കാലത്ത് തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു മലബാർ. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് കൈപൊക്കിയുള്ള വോട്ട് രീതിയായിരുന്നു. കൈ എണ്ണിയാണ് അന്ന് വോട്ട് കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ സ്വന്തമായി ഭൂമിയുള്ളവർക്ക് മാത്രമേ വോട്ടുണ്ടായിരുന്നുള്ളൂ എന്നും നാരായണൻ പറയുന്നു. പയ്യന്നൂർ നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവലിന്റെ പിതാവ് കണ്ടങ്ങാളിയിലെ തണ്ട്രായ് കുഞ്ഞമ്പു നിര്യാതനായി. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ പയ്യന്നൂരിലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. പയ്യന്നൂർ നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവലിന്റെ പിതാവ് കണ്ടങ്ങാളിയിലെ തണ്ട്രായ് കുഞ്ഞമ്പു നിര്യാതനായി. 92 വയസ്സായിരുന്നു. വീട്ടിൽ പൊതുദർശനത്തിനു വെച്ച മൃതദേഹത്തിൽ പയ്യന്നൂരിലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിനു വേണ്ടി മാനേജിംഗ് ഡയറക്ടർ K. സജീവ് കുമാർ പുഷ്പചക്രം അർപ്പിച്ചു. VK നാരായണിയാണ് ഭാര്യ. ഗിരിജ, മണിരാജ്, രാജേഷ് എന്നിവരാണ് മറ്റു മക്കൾ. വൈകുന്നേരം 4 മണിയോടെ സമുദായ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഹിസ്റ്റോറിക്കൽ പാർക്ക് കാടുമൂടി നശിക്കുന്നു. 2015 ചെറുതാഴം പഞ്ചായത്ത് ഏറ്റെടുത്ത ഏഴിലോട് അടുപ്പൂട്ടിപ്പാറ ഹിസ്റ്റോറിക്കൽ പാർക്കാണ് കാടുമൂടി നശിക്കുന്നത്. മഹാശിലായുഗ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ മൃതദേഹങ്ങൾ മറവ് ചെയ്യുമ്പോൾ മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി ചെങ്കല്ലും കരിങ്കല്ലും ഉപയോഗിച്ച് സ്മാരകങ്ങൾ പണിതിരുന്നു. അത്തരത്തിൽ 2500 വർഷം പഴക്കമുള്ള സ്മാരകമാണ് അടുപ്പൂട്ടിപ്പാറ. ചെറുതാഴം പഞ്ചായത്തിലെ കാരാട്ട് ഏഴിലോട് കുഞ്ഞിമംഗലം റോഡിലാണ് അടുപ്പൂട്ടിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. 2015 ലക്ഷങ്ങൾ ചിലവിട്ടാണ് അടുപ്പൂട്ടിപ്പാറ ചരിത്രോദ്യാനമാക്കി തുറന്നുകൊടുത്തത്. അക്കാലത്ത് ജില്ലാ കളക്ടറായിരുന്ന ബാലകിരൺ IAS ആയിരുന്നു ഉദ്ഘാടകൻ. എന്നാൽ ഇന്ന് ഈ ചരിത്രോദ്യാനം കാടുമൂടിയ അവസ്ഥയിലാണ്. റോഡ് നവീകരണത്തോടെ പ്രധാന കവാടത്തിലൂടെ പാർക്കിലേക്ക് കടക്കാൻ വഴിയില്ലാതായി. ഇന്റർലോക്ക് തകർന്ന് പുല്ല് വളർന്ന അവസ്ഥ. പോരാത്തതിന് ഇഴജന്തുക്കളുടെ ശല്യവും. അടുപ്പൂട്ടിപ്പാറ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും സാംസ്കാരിക മുഖ്യധാരയിലേക്ക് ചെറുതാഴത്തെ കണ്ണിച്ചേർക്കുന്ന മഹത്തായ സാംസ്കാരിക ബിംബമായിട്ടും അത് സംരക്ഷിക്കാത്തത് അങ്ങേയറ്റം ശോചനീയം തന്നെയാണ്. ചരിത്രശേഷിപ്പുകൾ ഇന്നും പലയിടങ്ങളിലായി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിൽ സംരക്ഷിക്കാൻ ഏറ്റെടുത്തതാണ് ഈ അടുപ്പൂട്ടിപ്പാറയും. എന്നാൽ ഇതെന്ന് കാടുകേറി നാശത്തിന്റെ വക്കിലാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പക്കൊപ്പം സ്നേഹ സിൽവ. പയ്യന്നൂരിലെ സുഹൃത്ത് സംഘത്തിന്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് CV രാമകൃഷ്ണൻ അനുസ്മരണം നടന്നു. AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ പരിപാടി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 6 പതിറ്റാണ്ട് കാലത്തോളം പയ്യന്നൂരിന്റെ ഹൃദയഭാഗത്തോട് ചേർന്ന് നിന്ന അഭിഭാഷക ഗുമസ്തനായും പിന്നീട് അഭിഭാഷകനായും പയ്യന്നൂരിന്റെ നീതിന്യായ സംവിധാനങ്ങളിൽ തന്റേതായ ഇരിപ്പിടം സൃഷ്ടിച്ച അഡ്വക്കേറ്റ് CV രാമകൃഷ്ണനെ പയ്യന്നൂരിലെ സുഹൃത്ത് സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ പരിപാടി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഒരു അഭിഭാഷക ഗുമസ്തനായ ശേഷം അഭിഭാഷകനായതാണ് എന്നാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വലിയ ഒരു എക്സ്പീരിയൻസ് ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം എന്താ വെച്ചാൽ ഞാൻ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തത് കോഴിക്കോടാണ്. കോഴിക്കോട് വലിയ ഒരു സിവിൽ അഭിഭാഷകരെ കൊണ്ട് വലിയ നിറഞ്ഞ സിവിലും ക്രിമിനലും അഭിഭാഷകരെ കൊണ്ട് നിറഞ്ഞ ഒരു ബാറാണ് കോഴിക്കോട് ബാർ.
അവിടെയുള്ള അന്യായങ്ങൾ മുഴുവൻ തയ്യാറാക്കുന്നത് അവിടുത്തെ അഭിഭാഷക ഗുമസ്തന്മാരായിരുന്നു. സുഹൃത്ത് സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് കെ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. യു രാജേഷ് സ്വാഗതം പറഞ്ഞു. മുൻ MLA കെ പി കുഞ്ഞിക്കണ്ണൻ, നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, പയ്യന്നൂർ സബ് ജഡ്ജ് MS ഉണ്ണികൃഷ്ണൻ, പയ്യന്നൂർ മുൻസിഫ് AS ഗ്രീഷ്മ, പയ്യന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് വി ഷീജ, എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് VK രവീന്ദ്രൻ തുടങ്ങിയവർ അനുസ്മരണ ഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KSTA മാടായി ഉപജില്ലാ കൗൺസിലും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും എരിപുരം PCC ഹാളിൽ നടന്നു. ജനറൽ സെക്രട്ടറി K ബദറുന്നിസ ഉദ്ഘാടനം ചെയ്തു. KSTA മാടായി ഉപജില്ലാ കൗൺസിലും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും എരിപുരം PCC ഹാളിൽ നടന്നു. ജനറൽ സെക്രട്ടറി K ബദറുന്നിസ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ അതിഥികൾ, ഇന്നത്തെ താരങ്ങൾ അവരെ തന്നെയാണ്. അവരും നമ്മളും ചേർന്ന് നടത്തിയ നമ്മൾ അഭിമാനപൂർവ്വം ഇന്ന് സമാധാനപൂർവ്വം സന്തോഷപൂർവ്വം ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. KV സജിത്ത് അധ്യക്ഷനായി. വിവിധ മേഖലകളിൽ വിജയിച്ചവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബീന, സംസ്ഥാന കമ്മിറ്റി അംഗം K രഞ്ജിത്ത്, ജില്ലാ സെക്രട്ടറി K ശശീന്ദ്രൻ, K മനോജ് കുമാർ, CV സുരേഷ് ബാബു, MP ലത, K അജയൻ, U സുഗത, ഷംന പത്മം, TV ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഗ്രാമം പ്രതിഭയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു. മഹാദേവ ഗ്രാമത്തിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ അനാച്ഛാദനം നിർവഹിച്ചു. ഗ്രാമം പ്രതിഭയുടെ നേതൃത്വത്തിൽ മഹാദേവ ഗ്രാമത്തിലാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ നിർമ്മിച്ചത്. പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിയനും ചിന്തകനുമായ ഡോക്ടർ MP മത്തായി മുഖ്യാതിഥിയായി. രമേശ് കാവിൽ പ്രഭാഷണം നടത്തി. പ്രതിഭ പ്രസിഡന്റ് PU രാജൻ അധ്യക്ഷനായി. അനിൽ പുത്തലത്ത്, AV പ്രേമൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഇടതു ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് കരിവെള്ളൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച പുസ്തകങ്ങൾ MV ബാലകൃഷ്ണൻ മാസ്റ്റർ AKG വായനശാല സെക്രട്ടറി ശ്രീയേഷിന് കൈമാറി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് കരിവെള്ളൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. കൂക്കാനം AKG വായനശാല പരിസരത്തെത്തിയ സ്ഥാനാർത്ഥിക്ക് പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് വൻ വരവേൽപ്പാണ് നൽകിയത്. ചെണ്ടമേളത്തിന്റെയും ബാനറുകളുടെയും അകമ്പടിയോടെ സ്ഥാനാർത്ഥിയെ സ്വീകരണ സ്ഥലത്തേക്ക് ആനയിച്ചു. തുടർന്ന് വർഗ ബഹുജന സംഘടനകളിൽപ്പെട്ടവർ രക്തഹാരം അണിയിച്ചു. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ എനിക്കുമറിയാം. സ്വാഭാവികമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അരിവാൻചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടുള്ള ഒരു അപേക്ഷയാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഞാൻ വിജയിക്കുന്നതിലൂടെ നിങ്ങൾ വിജയിക്കണം. നിങ്ങൾ ഓരോരാളും, നിങ്ങളുടെ കുടുംബാംഗങ്ങളും, നിങ്ങളുടെ അയൽക്കാരും, നിങ്ങളുടെ പരിചയക്കാരും വോട്ട് ചെയ്ത് നിങ്ങൾ വിജയിപ്പിക്കണം. നിങ്ങൾ വിജയിക്കണം, നമ്മൾ വിജയിക്കണം. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച പുസ്തകങ്ങൾ MV ബാലകൃഷ്ണൻ മാസ്റ്റർ AKG വായനശാല സെക്രട്ടറി ശ്രീയേഷിന് കൈമാറി. ചടങ്ങിൽ കരിവെള്ളൂർ രാജൻ അധ്യക്ഷത വഹിച്ചു. TA മധുസൂദനൻ MLA, V നാരായണൻ, P രമേശൻ, സജികുമാർ, ജയൻ, V ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വേനൽ കടുത്തതോടെ മയിലുകൾ പെരുകുന്നത് കർഷകർക്ക് ഭീഷണിയാകുന്നു. മുമ്പെങ്ങുമില്ലാത്ത വിധമുള്ള ഇവയുടെ പെരുപ്പം കാർഷിക മേഖലയെ തെല്ലൊന്നുമല്ല ബാധിക്കുന്നത്. ഇവ കൂട്ടത്തോടെ എത്തി പച്ചക്കറികളും മറ്റും നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. മനുഷ്യരെ മയിലുകൾക്കിപ്പോൾ തീരെ ഭയമില്ലാതായിരിക്കുന്നു. ചീമേനിയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ കശുമാവിൻ തോട്ടം വെട്ടിമാറ്റിയതിന് ശേഷമാണ് ഈ ഭാഗത്ത് ഇത്രയും മയിലുകൾ വർദ്ധിച്ചത്. അത് കാലം ചെല്ലുന്തോറും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. കുറ്റിക്കാടുകളാണ് മയിലുകളുടെ പെരുപ്പത്തിന് ഇടയാക്കുന്ന പ്രധാന ഘടകം. ചൂടും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സാഹചര്യമാണ്. ആഗോളതാപനത്തിൽ വന്ന മാറ്റമാണ് മയിലുകളുടെയും പന്നികളുടെയും പെരുപ്പത്തിനിടയാക്കിയതെന്ന് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ TP പത്മനാഭൻ മാസ്റ്റർ പറയുന്നു.
മയിലുകൾ മയിലുകൾ ഏറ്റവും കൂടുതൽ നമുക്കുണ്ടായിരുന്നത് ഏറ്റവും ചൂട് കൂടിയ ഉത്തരേന്ത്യൻ ഭൂമികയിലാണ്. മറിച്ച് ഇപ്പോൾ സമാനമായ താപനില എല്ലാ കാലത്തും കേരളം പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒരു താപനിലയിൽ ജീവിക്കുന്നതിന് അനുവർത്തനം നേടുകയാണ് മയിലുകൾ. ഇതേപോലെ തന്നെയാണ് പന്നികളുടെയും പ്രശ്നങ്ങൾ. പന്നികൾക്ക് ഏറ്റവും കൂടുതൽ അവയുടെ വംശത്തെ നിയന്ത്രിക്കുന്നതിന് ധാരാളമായി കാട്ടുനായകളുണ്ടായിരുന്നു. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം മയിലുകളെ കൂടുതലായി ഇങ്ങോട്ട് ആകർഷിക്കുകയാണ്. ചെറിയ കുറ്റിക്കാടുകൾ, തീറ്റ തേടാനുള്ള സാഹചര്യം എന്നിവയെല്ലാം മയിലുകൾ വർദ്ധിക്കുന്നതിന് ഇടയാക്കി. ഒരു കാലത്ത് വളരെ അപൂർവമായി മാത്രം കണ്ടിരുന്ന മയിലുകൾ ഇന്ന് നമ്മുടെ തൊടിയിൽ വന്ന് കാർഷിക വിളകൾ നശിപ്പിക്കുന്നിടത്ത് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർക്ക് മയിലുകൾ വലിയ നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. ഇവയുടെ പെരുപ്പം വർദ്ധിക്കുന്നത് തടയാൻ നിലവിൽ മറ്റ് സംവിധാനങ്ങൾ ഒന്നുമില്ലാത്തതും കർഷകർക്ക് തിരിച്ചടി തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിൽ ലോഗോ പ്രകാശനം നടത്തി. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ N. നന്ദികേശൻ ലോഗോ പ്രകാശനം ചെയ്തു. ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിൽ ലോഗോ പ്രകാശനം നടന്നു. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ N. നന്ദികേശൻ ലോഗോ പ്രകാശനം ചെയ്തു. എനിക്ക് കിട്ടാത്തത് എൻ്റെ കുട്ടികൾക്ക് കിട്ടിക്കോട്ടെ, നല്ലൊരു സൗകര്യം, നല്ല വിദ്യാഭ്യാസം കിട്ടണമെന്നുള്ള പോസിറ്റീവായിട്ട് ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയായിരിക്കും അവർ സമീപിക്കുന്നത്. പക്ഷെ അത് ശരിയല്ല എന്നുള്ളതിനെ ബോധ്യപ്പെടുത്തുന്നതിൽ എവിടെയോ ഞാനടക്കമുള്ള DD ആണെങ്കിൽ പോലും എവിടെയോ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പൊ അതിൽ ഞാൻ ടീച്ചറോട് പറഞ്ഞു, നമ്മൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റണം. ശതാബ്ദി ആഘോഷ സംഘാടക സമിതി ചെയർമാൻ K. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ഏപ്രിൽ 30-ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന ഉദ്ഘാടകൻ നന്ദികേശൻ മാസ്റ്റർക്കുള്ള സംഘാടക സമിതിയുടെ ഉപഹാരം സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ മുഹമ്മദ് സഫറുള്ള വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സാജിദ സഫറുള്ള, മുൻ പ്രധാനാധ്യാപകൻ A. ശശിധരൻ, SMC ചെയർമാൻ അബ്ദുൽ ഖാദർ APT, സ്കൂൾ ഹെഡ്മിസ്ട്രസും സംഘാടക സമിതി ജനറൽ കൺവീനറുമായ KP ശ്രീജ, സംഘാടക സമിതി കൺവീനർ NK ജയദീപ്, മദർ PTA പ്രസിഡന്റ് സീനത്ത് MTP എന്നിവർ സംസാരിച്ചു. കണ്ണൂർ പൊടിക്കുണ്ട് സ്വദേശി VP ജ്യോതിഷ് കുമാറാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. റോഡിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കുവപ്പുറം ചെമ്പല്ലിക്കുണ്ട് വെങ്ങര റോഡരികിലാണ് മാലിന്യ നിക്ഷേപണ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. ഇവിടെ മാലിന്യങ്ങൾ തള്ളുന്നത് തുടർക്കഥയാണ്. പഴകിയ ഭക്ഷണ സാധനങ്ങളും മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമാണ് വലിച്ചെറിഞ്ഞ നിലയിൽ കിടക്കുന്നത്. വിജനമായ സ്ഥലമാണിത്. വീടുകൾ കുറവാണ്. രാത്രിയിൽ വാഹനങ്ങളിൽ കൊണ്ടുവന്നാണ് മാലിന്യം വലിച്ചെറിയുന്നത്. പരാതികൾ പതിവാകുമ്പോഴും മാലിന്യം തള്ളുന്നത് നിയന്ത്രണമില്ലാതെ തുടരുകയാണ്. തെരുവിളക്കുകൾ ഇല്ലാത്തതും നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാത്തതുമാണ് മാലിന്യ നിക്ഷേപം വർദ്ധിക്കാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇതിലൂടെ കാൽനടയായി പോകുന്നത്. മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സമ്പൂർണ്ണ ആരോഗ്യം യോഗയിലൂടെ എന്ന സന്ദേശമുയർത്തി കേരള സ്പോർട്സ് കൗൺസിലും യോഗ അസോസിയേഷൻ ഓഫ് കേരളയും ചേർന്ന് നടപ്പിലാക്കുന്ന യോഗ പരിശീലന പരിപാടിയുടെ പയ്യന്നൂർ കേന്ദ്രത്തിന് കീഴിലുള്ള കണ്ണപുരം മെട്ടമ്മലിലെ പരിശീലനത്തിന്റെ സമാപനം നടന്നു. ഡോക്ടർ രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ ആരോഗ്യം യോഗയിലൂടെ എന്ന സന്ദേശമുയർത്തി കേരള സ്പോർട്സ് കൗൺസിലും യോഗ അസോസിയേഷൻ ഓഫ് ദ കേരളയും ചേർന്ന് നടപ്പിലാക്കുന്ന യോഗ പരിശീലന പരിപാടിയുടെ പയ്യന്നൂർ കേന്ദ്രത്തിന് കീഴിലുള്ള കണ്ണപുരം മൊട്ടമ്മലിലെ പരിശീലനത്തിന്റെ സമാപനം നീലിയാർ ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു. ഡോക്ടർ രാജഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഴയ പതഞ്ജലിയെ പോലുള്ള, പതഞ്ജലി മാത്രമല്ല ഉണ്ടാക്കിയ ഒരു കാലഘട്ടത്തിലെ അല്ലെങ്കിൽ എത്രയോ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആവാഹിച്ചെടുത്ത അറിവ് പതഞ്ജലി മഹർഷി പതഞ്ജലി യോഗസൂത്രങ്ങളാക്കി മാറ്റി. പതഞ്ജലി യോഗസൂത്രം. അതിനുശേഷം ഒരുപാട് ആചാര്യന്മാർ അതിനോട് കൂട്ടിച്ചേർത്തു. പലതും അന്നത്തെ ആവശ്യത്തിൽ നിന്ന് മാറ്റം വന്നു. യോഗ ഇൻസ്ട്രക്ടർ പുഷ്പ സി, വാർഡ് മെമ്പർ പുഷ്പവല്ലി VV, കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രതി, ഡോക്ടർ പ്രേമരാജൻ, ഡോക്ടർ C. വിജയൻ, M. രാമചന്ദ്രൻ, C. ലക്ഷ്മണൻ, P. നാരായണൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
മാടായി ക്ഷേത്രകലാ അക്കാദമിയിൽ വിദ്യാലയ അവധി ദിവസങ്ങളിൽ 8 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി വിവിധ ക്ഷേത്രകലാ കോഴ്സുകളിലേക്ക് നൽകുന്ന പരിശീലനത്തിനായി അപേക്ഷ ക്ഷണിക്കുന്നു. വിശദവിവരങ്ങൾക്ക് 049729863030 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ പയ്യന്നൂർ മണ്ഡലം പര്യടനത്തിന് തുടക്കമായി. കുന്നരു തെക്കേ ഭാഗത്തു നിന്നും ആരംഭിച്ച പര്യടനം LDF കൺവീനർ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. അതികഠിനമായ ചൂടിനെ പോലും അവഗണിച്ചും ആബാലവൃദ്ധം ജനങ്ങളാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ആദ്യഘട്ട പരിശീലനത്തിന് ബുധനാഴ്ച തുടക്കമാകും. പയ്യന്നൂർ മണ്ഡലം പരിധിയിൽ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജീവനക്കാർക്ക് 2 കേന്ദ്രങ്ങളിലായാണ് പരിശീലനം. അതേസമയം പയ്യന്നൂർ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ ബുധനാഴ്ച എത്തിക്കും. വീടുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടുപോയ 14 മനുഷ്യർക്ക് ജീവിതത്തിന്റെ പുതിയ വസന്തകാലം തിരികെ നൽകി ഒരു കുടുംബം. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി PROയും സാമൂഹ്യ പ്രവർത്തകനുമായ ജാക്സൺ ഏഴിമല, ഭാര്യ ജിനിയ ജോസഫ് എന്നിവരാണ് തങ്ങളുടെ വീട്ടിൽ ഇവർക്കും ഇടം നൽകുന്നത്. സ്നേഹക്കൂടെന്ന് പേരിട്ട വീട് അക്ഷരാർത്ഥത്തിൽ കരുതലിന്റെയും ചേർത്തുപിടിക്കലിന്റെയും കൂടാകുകയാണ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് ഇത് അഭിമാനകരമായ മുഹൂർത്തം. 55 ലക്ഷം രൂപ യൂസർ ഫീ ഇനത്തിലും മാലിന്യങ്ങൾ കൈമാറിയ വകയിൽ 5 ലക്ഷവും ചേർത്ത് ഈ സാമ്പത്തിക വർഷം ആകെ 60 ലക്ഷം രൂപ വരുമാനം നേടി. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.